ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ കർക്കിടക മാസം കഴിയുമ്പോഴേക്കും രാമായണത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് രാമായണത്തിൻ്റെ ഫലശ്രുതിയാണ്, എന്താണ് രാമായണം കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു വീഡിയോ. അത് രാമായണം കഥ കേൾക്കുന്ന ആളുകൾ, അത്രയും ആളുകൾ കേട്ടിട്ടില്ല, കേൾക്കണം ആ വീഡിയോ. എന്നാലേ നമ്മൾ ഇത്രയും ദിവസം കഥ പറഞ്ഞതിലുള്ള അല്ലെങ്കിൽ ആ കേട്ടതിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ ഞാൻ 2 വീഡിയോ ഇട്ടിരുന്നു. നാളത്തെ ദിവസത്തെ പ്രാധാന്യം, 2 പ്രാധാന്യങ്ങളുള്ള ദിവസങ്ങളാണ് നാളത്തെ ദിവസം. ഓരോ ദിവസവും ഓരോ പ്രാധാന്യങ്ങളുണ്ട്. ആ പ്രാധാന്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ ശ്രേയസ്കരമാണ്. അപ്പോൾ ആ 2 വീഡിയോയും കൂടെ നിങ്ങൾ കാണണം. ഇനി നമ്മൾ ഉത്തരകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസമൊക്കെ അനുഷ്ഠിച്ച് രാക്ഷസന്മാരെയൊക്കെ വധിച്ച് തിരിച്ച് അയോധ്യയിലെത്തി. ഭരതൻ ശ്രീരാമന് രാജ്യം കൈമാറി, പട്ടാഭിഷേകമൊക്കെ നടന്നു. പിന്നീട് ഉള്ള രാമൻ്റെ ജീവിതകഥയാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ, ശ്രദ്ധിച്ചു കേട്ടോളൂ. രാമൻ്റെ ഗുണഗണങ്ങൾ എങ്ങനെ വാഴ്ത്താനാകും? ത്രിഭുവനങ്ങളിൽ രാമന് മറ്റൊരു ഉപമയില്ല. നാൻമുഖൻ 4 മുഖവും കൊണ്ട് പറഞ്ഞാലും തീരുകയില്ല. അങ്ങനെയുള്ള രാമനെ രാജാവായി കിട്ടിയ പ്രജകൾ അഭിമാനിച്ചു. സരസ്വതിയും ലക്ഷ്മിയും അയോധ്യാപതിയെ സദാ പരിചരിച്ചു കൊണ്ടേയിരുന്നു. ബ്രഹ്മദേവൻ രാമനെ സ്തുതിച്ചു. ഗരുഡാരൂഢനായും അനന്തശായിയായും വിഷ്ണുവിനെ രാമനിൽ കണ്ട് മുനിമാർ അയോധ്യയിലെത്തി. രാമൻ യഥോചിതം വരവേൽപ്പ് നൽകി. മുനിമാർ രാമനെ പ്രശംസിച്ചു. സീതയും ലക്ഷ്മണനും രാമനും സുഖമായിരിക്കുന്നത് കാണാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. ദുർജയനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചു. ഖരൻ, ദൂഷണൻ, തൃശിരസ്, വേദാന്തകൻ, നരകാന്തൻ, അതികായൻ, കുംഭൻ, നികുംഭൻ, കുംഭകർണൻ, അങ്ങനെ എത്രയെത്ര രാക്ഷസന്മാർ, എല്ലാവരും മരണപ്പെട്ടു. യമനെ പോലും ഭയപ്പെടുത്തുന്ന രാവണനോട് ആർക്കാണ് യുദ്ധം ചെയ്യാനാവുക? ദേവന്മാരെ അവിടുന്ന് രക്ഷിച്ചു. സഹസ്രലോചനൻ്റെ പോലും കണ്ണിൽപ്പെടാതെ മായാവിയായി പൊരുതുന്ന ഇന്ദ്രജിത്തിനെ തോൽപ്പിച്ചതും എന്നും അത്ഭുത കഥയായിരിക്കും. ഈ വിധം മുനിമാർ പറഞ്ഞു. ശ്രീരാമനും അങ്ങനെ തന്നെ തോന്നി. രാക്ഷസന്മാരുടെ വിക്രമത്തെപ്പറ്റി എന്തു പറയാൻ? ഓരോ രാക്ഷസനും ഓരോ യമൻ തന്നെ. രാവണൻ്റെ സേനാപതിമാർ യുദ്ധത്തിന് വന്നാൽ യമനേക്കാളും ഇന്ദ്രനേക്കാളും പരാക്രമമാണ്. കുംഭകർണനെ ജയിക്കാവുന്നവർ 3 ലോകത്തുമില്ല. രാവണൻ്റെ 10 തലയും അറുത്ത് താഴെയിട്ടാലും മരിക്കാതെ പുതിയ തലകൾ ഉണ്ടാവുന്നു. അത്ഭുത മായാവിയാണ് ദശാനനൻ. ദക്ഷിണ ഭാരതത്തിലെ അഗസ്ത്യമുനിക്ക് രാക്ഷസന്മാരെ സംബന്ധിച്ച് എല്ലാം അറിയാം. ആ കഥയൊന്ന് കേൾക്കണമെന്ന് രാമൻ മുനിമാരോട് പറയുകയാണ്. രാമൻ്റെ സദസ്സിലേക്ക് ആനയിക്കപ്പെട്ട അഗസ്ത്യമുനി രാക്ഷസന്മാരുടെ കഥകൾ പറയാൻ തുടങ്ങി. സഭയിലിരുന്നു കൊണ്ട് രഘുപതി അത് കേട്ടു. ഹരികൃഷ്ണ, അക്കൂട്ടത്തിൽ നമുക്കും അത് കേൾക്കാം. രാമ, ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ബന്ധിച്ച് ലങ്കയിൽ കൊണ്ടുവന്ന കരുത്തനാണ്. മേഘനാഥനെ പോലെ അസ്ത്രവിദ്യ പഠിച്ച ഒരാളില്ല. ഇത് കേട്ടപ്പോൾ രാമന് വീണ്ടും സംശയം. കുംഭകർണനും രാവണനും അജയ്യരാണെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ദ്രജിത്തിനെ അവർ യുദ്ധത്തിന് പറഞ്ഞയച്ചത്? ഉടനെ അഗസ്ത്യമുനി പറഞ്ഞു, രാമ, ഇന്ദ്രജിത്തിനെ പോലെ ഒരു വീരൻ ഇല്ല. 14 വർഷം ഉറക്കവും സ്ത്രീമുഖ ദർശനവും ആഹാരവുമില്ലാതെ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മുനി എന്താണ് പറയുന്നത്? 14 വർഷവും ഞാൻ ലക്ഷ്മണന് ഫലങ്ങൾ കൊടുത്തിരുന്നു. 14 വർഷവും ഞാനും സീതയും ലക്ഷ്മണനും ഒന്നിച്ചു കഴിഞ്ഞിരുന്നു.
എങ്ങനെ സീതയുടെ മുഖം കാണാതിരിക്കും? ഞങ്ങൾ ഒരു കുടീരത്തിലും ലക്ഷ്മണൻ മറ്റൊരു കുടീരത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. ലക്ഷ്മണൻ ഉറങ്ങാതിരുന്നു എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അതുകേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അഗസ്ത്യമുനി പറഞ്ഞു, സഭയിലേക്ക് ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടുവരൂ, എന്നിട്ട് രാമൻ തന്നെ ചോദിച്ചുകൊള്ളൂ. ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടുവരാൻ രാമൻ സുമന്ത്രരെ അയച്ചു. സുമന്ത്രൻ പിന്നിലും ലക്ഷ്മണൻ മുന്നിലുമായി വന്നു ചേർന്നു. രാമനെ വന്ദിച്ചിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ചോദിച്ച കാര്യം ഞാൻ പറയാം. ഞാൻ 14 വർഷം അനാഹാരനായി സ്ത്രീമുഖം കാണാതെ ഉറങ്ങാതെ എങ്ങനെ കഴിഞ്ഞു എന്നല്ലേ? 14 വർഷത്തിനിടയിൽ ഞാൻ ഒരിക്കലും ജ്യേഷ്ഠത്തിയുടെ മുഖം കണ്ടിട്ടില്ല. അതിന് തെളിവ് പറയാം. ഋഷ്യമൂകത്തിലെ വാനരന്മാർക്ക് കിട്ടിയ ആഭരണങ്ങളിൽ നൂപുരം മാത്രമേ ഞാൻ തിരിച്ചറിഞ്ഞുള്ളൂ. മാലയും തോൾവളയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഉറക്കത്തിൻ്റെ കാര്യം, ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും ഉറങ്ങുന്ന പർണശാലയുടെ വാതിൽക്കൽ ഞാൻ വില്ലും അമ്പും പിടിച്ചുകൊണ്ട് കാവലിരിക്കുകയാണ് പതിവ്. നിദ്രാദേവിയെ ബാണം കൊണ്ട് തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, 14 വർഷത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരരുത്. വനവാസം കഴിഞ്ഞ് രാമനും സീതയും സിംഹാസനത്തിലിരിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു. നിദ്ര അതനുസരിച്ചു. ഇവിടെ അയോധ്യയിൽ വന്നതിനു ശേഷം കുട പിടിച്ചു നിൽക്കുമ്പോഴാണ് നിദ്ര വന്നത്. ഉറക്കം തൂങ്ങി കുട വഴുതിപ്പോയി. അന്നെനിക്ക് വല്ലാത്ത നാണം തോന്നി. ആഹാരമില്ലാതെ 14 വർഷം കഴിഞ്ഞതിൻ്റെ തെളിവ് ആഹാരം തന്നെയാണ്. കാട്ടിൽ നിന്ന് പഴങ്ങളും കായ്കളും പറിച്ചു കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിയുമ്പോൾ 3ആയി പങ്കിട്ട് ഒരു ഭാഗം എനിക്ക് ജ്യേഷ്ഠൻ മാറ്റിവെക്കും. ലക്ഷ്മണ, ഫലം എടുത്തുകൊള്ളൂ എന്നല്ലാതെ ലക്ഷ്മണ ഫലം കഴിച്ചുകൊള്ളൂ എന്ന് പറയാറില്ലല്ലോ. ആജ്ഞയനുസരിച്ച് എടുത്ത് പഴം കൂട്ടിവെച്ചത് ഞാൻ സഭയിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ലക്ഷ്മണൻ ഹനുമാന് ആജ്ഞ നൽകി. ഹനുമാൻ ചെന്നു നോക്കിയപ്പോൾ 14 വർഷത്തെ ഫലം ഒരു കേടും കൂടാതെ ഉണക്കി സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഗന്ധമാദനം എടുത്തു കൊണ്ടുവരുന്നത് പോലെ ഹനുമാന് ഭാരം നിമിത്തം അതെടുത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. ഒടുവിൽ ലക്ഷ്മണൻ തന്നെ പോയി ഫലം നിറച്ച കുട്ടകൾ സഭയിൽ കൊണ്ടുവന്നു വെച്ചു. രാമൻ പറഞ്ഞു, പ്രിയ ലക്ഷ്മണ, 14 വർഷത്തെ ഫലം ഓരോ ദിവസത്തെ എന്ന കണക്കിന് പങ്കുവെച്ച് പരിശോധിക്കൂ. ലക്ഷ്മണൻ അങ്ങനെ കണക്കെടുത്തപ്പോൾ 7 ദിവസത്തെ ഫലം കുറവ്. ലക്ഷ്മണ, 7 ദിവസത്തെ ഫലം ഭക്ഷിച്ചു അല്ലേ എന്ന് രാമൻ ചോദിച്ചു. ആര് ഭക്ഷിച്ചു? 7 ദിവസം ഫലങ്ങൾ ശേഖരിച്ചില്ല. ആരും ഭക്ഷിച്ചതുമില്ല. പിതാവ് മരിച്ചതറിഞ്ഞ് മരണം ആചരിച്ച ദിവസം നമ്മൾ വിശ്വാമിത്ര ആശ്രമത്തിലായിരുന്നു. ഫലം കഴിച്ചില്ല. രാവണൻ സീതയെ അപഹരിച്ച ദിവസം ദുഃഖിതരായിരുന്ന നമ്മൾ ഫലം ശേഖരിച്ചതുമില്ല, ഭക്ഷിച്ചതുമില്ല. ഇന്ദ്രജിത്ത് നാഗപാശം കൊണ്ട് ബന്ധിച്ച ദിവസം ഫലങ്ങൾ ശേഖരിച്ചില്ല. ഇന്ദ്രജിത്ത് മായാസീതയെ നമ്മുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്ന ദിവസം ആരും ഭക്ഷണം കഴിച്ചില്ല. പാതാളത്തിൽ മഹീരാവണൻ്റെ ബന്ധനത്തിലായ അന്ന് നമ്മൾ ഫലങ്ങൾ ഭക്ഷിച്ചില്ല എന്നതിന് ഹനുമാൻ സാക്ഷിയാണ്. ശക്തി എന്നു പേരുള്ള കുന്തം എൻ്റെ മാറിൽ തറച്ചു ഞാൻ മൂർച്ഛിച്ചു കിടന്ന ദിവസം ജ്യേഷ്ഠൻ ശോകവിവശനായി ഭക്ഷണം കഴിച്ചില്ല. ഞാൻ ഫലം കൊണ്ടുവന്നതുമില്ല. രാവണനെ വധിച്ച ദിവസം ഹർഷപുളകിതരായി എല്ലാവരും ആനന്ദിച്ചിരുന്നു. അന്ന് ആരും തന്നെ ആഹാരം കഴിച്ചില്ല. ഹരേ കൃഷ്ണ. 14 വർഷം ലക്ഷ്മണൻ അനാഹാരനായി തന്നെ കഴിഞ്ഞു. ലക്ഷ്മണൻ വീണ്ടും പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നാണ് ജ്യേഷ്ഠൻ വിചാരിച്ചിരുന്നത്. പൂർവ്വകഥകളൊക്കെ മറന്നു തുടങ്ങിയോ? വിശ്വാമിത്രനിൽ നിന്നും നമുക്ക് മന്ത്രങ്ങൾ ലഭിച്ചില്ലേ? അതുകൊണ്ടാണ് 14 വർഷം ഉപവസിക്കാൻ കഴിഞ്ഞത്.
മുനി പ്രവചനമനുസരിച്ചു തന്നെ വനത്തിൽ ജീവിച്ചതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടത്. ഇത് കേട്ട് ജഗത് സാക്ഷിയായ ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഹരികൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കഥകളൊക്കെ നിങ്ങൾ കമൻറ്റിട്ട് ചോദിക്കൂ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ഇന്നിട്ട 2 വീഡിയോയും എല്ലാവരും കാണണം. നാളെ അതനുസരിച്ചിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ അതും എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഹരേ കൃഷ്ണ.